നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭിക്ഷാടനം പല സംസ്ഥാനങ്ങളിലും നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഭിക്ഷാടനം ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തുകൊണ്ട് പലപ്പോഴും ട്രെയിനുകൾക്കുള്ളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഫുട്പാത്തുകളിലൊക്കെ തന്നെ ഭിക്ഷാടനം നടത്തുന്നവർ ധാരാളമാണ്. ക്ഷേത്ര നടകളിലും ഇത്തരത്തിൽ ഭിക്ഷാടനം എടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും കർണാടകയിലെ മാണ്ടിയിൽ നിന്ന് വരുന്ന വാർത്ത, ഭിക്ഷാടനം നടത്തി ജീവിച്ചിരുന്ന ഒരു 68-കാരി മരണപ്പെട്ടു. പിന്നാലെ അവരുടെ വീട്ടിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതോ ലക്ഷങ്ങളാണ്. 30-ലധികം ചാക്കുകളിൽ നിറയെ നാണയങ്ങളും കറൻസി നോട്ടുകളുമായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നത്. അതായത് ഇത്രയും കാലം അവർ ഭിക്ഷാടനം എടുത്ത പണം 30 ചാക്കുകളിലായിട്ടായിരുന്നു അവർ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. ഹൂർ എന്നാണ് ഈ വയോധികയുടെ പേര്. 68 വയസ്സാണ് ഇവർക്ക് പ്രായം. വർഷങ്ങളായിട്ട് ഇവർ തെരുവുകളിൽ ഭിക്ഷാടനം നടത്തി ലഭിച്ച പണമാണ് ഇത്തരത്തിൽ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരുന്നത്. 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളായിരുന്നു ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. നാട്ടുകാർ ചേർന്ന് ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പണം എണ്ണി തീർന്നപ്പോൾ ആകെ 8,40,000 രൂപയുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് 30 ചാക്കുകളായി ഇത്രയും കാലം അവർ ഭിക്ഷാടനം നടത്തി ചെറുതും വലുതുമായ തുക ശേഖരിച്ചു വെച്ച് ആ തുകയാണ് 8,40,000 രൂപ. സഹോദരിക്കൊപ്പമായിരുന്നു ഹൂർ എന്ന വയോധിക ഈ വാടക വീട്ടിൽ ദീർഘകാലമായി താമസിച്ചിരുന്നത്. ഇരുവരും അവിവാഹിതരായിരുന്നു. 2 വർഷം മുമ്പ് ഹൂറിന്റെ സഹോദരി മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷവും ഹൂർ ഇതേ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുകയും ഭിക്ഷാടനത്തിലൂടെ തന്നെ ഉപജീവനം കണ്ടെത്തുകയും ചെയ്തു. വീട്ടിൽ നിന്നും കണ്ടെടുത്ത തുക അവരുടെ 2 സഹോദരന്മാർക്കും കൈമാറിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതായത് ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീയല്ലേ, അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും തള്ളിക്കളയുന്ന ആളുകളാണ്. ഇത്തരത്തിൽ അവർ അവരുടെ ഭിക്ഷാടനം നടത്തിയാണെങ്കിലും ഒരായുസ് മുഴുവൻ ഇത്തരത്തിൽ ജീവിച്ചുകൊണ്ട് അവർ സ്വരൂപിച്ചിരിക്കുന്നത് ചെറിയ തുകയല്ല. ഇതും ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ട് പല ആളുകളും ഭിക്ഷാടനം നൽകുന്ന തുക ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് ഏകദേശം 8,40,000 തുക അവരുടെ ആ കൊച്ചു വാടക വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കിയിലും ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. അവിടെ നാട്ടുകാരുടെ സഹായത്താൽ കഴിഞ്ഞുകൂടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് നിരവധി ആളുകൾ എപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള തുക നൽകി സഹായിക്കുമായിരുന്നു. അദ്ദേഹം പല അസുഖങ്ങളാൽ മരിച്ച് അദ്ദേഹത്തിന് താമസിച്ചിരുന്ന വീട് പരിശോധിച്ചപ്പോഴായിരുന്നു തുണിസഞ്ചിയിൽ കെട്ടിയ ഏകദേശം 2 ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്തിയപ്പോൾ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സാധാരണ മനുഷ്യനെ പോലെ വളരെ ചെറിയ ജീവിതം നയിച്ചിരുന്ന ആ വ്യക്തി ആരുടെ അടുത്തും കൈനീട്ടുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പലരും അദ്ദേഹത്തെ നൽകുന്ന ചെറിയ തുകകൾ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഏകദേശം 2 ലക്ഷം രൂപ ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഏതായാലും ഇനിയും ഭിക്ഷാടനം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. ഒരിക്കലും കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഭിക്ഷാടനം നടത്തുന്നത് വളരെ വലിയ കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ ഒരു നേരത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിൽ ഭിക്ഷാടനം നടത്തുന്നുണ്ടാവുക. പലയിടത്തും ഇത് നിരോധിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്.